ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തെ മൂന്നായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇടനാടിന്റെ വിശേഷങ്ങളാണ്. മലനാടിന്റെയും പശ്ചിമഘട്ടത്തിന്റെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മലനാടിന്റെയും തീരപ്രദേശത്തിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ഭൂപ്രകൃതിയാണ് ഇടനാട് എന്ന് അറിയപ്പെടുന്നത്. ചെറിയ കുന്നുകളും താഴ്വാരങ്ങളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഈ ഭൂപ്രദേശം. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 41.76% ഇടനാട്. ചില പുസ്തകങ്ങളിൽ 42% എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും പഠിച്ചു വെച്ചിരിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. അതായത് 25 അടി മുതൽ 250 അടി വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂരൂപമാണ് ഇടനാട്. ഇടനാടിന്റെ വിസ്തീർണം 16,230 ചതുരശ്ര കിലോമീറ്റർ ആണ്. സംഘകാലത്ത് ഈ പ്രദേശം മരുതം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ നിവാസികളാണ് ഉഴവർ എന്ന് വിളിക്കപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട്. ഇലപൊഴിയും കാടുകൾ ഇടനാടിന്റെ സവിശേഷതയാണ്. ഏലം, തേയില ഒഴികെ ബാക്കിയെല്ലാം ഇടനാട്ടിൽ കൃഷി ചെയ്യാം. ഇടനാടിന്റെ കിഴക്ക് മലനാടും പടിഞ്ഞാറ് തീരപ്രദേശവുമാണ്. കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, മരച്ചീനി, വാഴ, റബ്ബർ എന്നിവയാണ് പ്രധാനമായും ഇടനാട്ടിൽ കാണപ്പെടുന്ന കാർഷിക വിളകൾ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് ഇടനാടിൻ്റേത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങി. റബ്ബർ കൃഷി ചെയ്യുന്നതിന് മുൻപ് മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും ഏത്തവാഴയും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഇടനാടിന്റെ ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. ഇത്രയും ഭാഗം ഒന്ന് ഓർമ്മയിൽ വച്ചിരിക്കണം. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഭാഗമാണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചാലും നമുക്ക് എഴുതാൻ സാധിക്കണം. ഇനി നമുക്ക് ഇടനാട്ടിലെ വിള വൈവിധ്യത്തിന് കാരണമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ധാരാളമായി മഴ ലഭിക്കുന്നു. ഈ മേഖലയിലെ ചെറു കുന്നിൻ പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണിന്റെ സാന്നിധ്യം. നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെ സാമാന്യ കനത്ത ആവരണം. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകൾ അഥവാ ചെങ്കൽ കുന്നുകളാണ്. ചെമ്മണ്ണിന് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ച കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം, ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് വർക്കല ക്ലിഫാണ്, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഫലഭൂഷ്ടിയായിട്ടുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. ഈ കാര്യം കൂടെ ഓർത്തു വെച്ചേക്കുക. ജോൺ ജോസഫ് മർഫിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അയർലൻഡ് സ്വദേശിയായ മർഫി ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1872 മുതൽ 1957 വരെ. മർഫി സുഹൃത്തുക്കൾക്കൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി 1902 റബ്ബർ കൃഷി തുടങ്ങിയത്. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. മർഫിയുടെ സംഭാവനകൾ നമുക്ക് നോക്കാം. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി സ്കൂളുകൾ, ആരാധന ആലയങ്ങൾ എന്നിവ നിർമ്മിച്ചു നൽകി. ഇടനാടിൻ്റെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കുമായി ഉടനെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.